ജാവയിലെ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സസിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ക്ലാസ്സിനുള്ളിൽ ഒരു പർട്ടിക്കുലർ മെത്തേഡിന് പ്രത്യേകിച്ചൊരു ഡെഫിനേഷനുമില്ല. അങ്ങനെയുള്ള മെത്തേഡ്സിനെയാണ്, അതായത് ബോഡി ഇല്ലാത്ത മെത്തേഡ്സിനെയാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് എന്ന് പറയുക. ഒരു ക്ലാസ്സിനുള്ളിൽ അറ്റ്ലീസ്റ്റ് വൺ അബ്സ്ട്രാക്റ്റ് മെത്തേഡെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം ക്ലാസ്സസിനെ നമ്മൾ അബ്സ്ട്രാക്റ്റ് ക്ലാസ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കണം. ഇങ്ങനെ അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് ഉള്ള ക്ലാസ്സിനെയാണ് അബ്സ്ട്രാക്റ്റ് ക്ലാസ് എന്ന് വിളിക്കുന്നത്. ഈ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സസിനെ ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനുള്ളിലെ അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സിന് ഇംപ്ലിമെൻറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഡിറൈവ്ഡ് ക്ലാസ്സസ് ഇത്തരം അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സിന് ഇംപ്ലിമെൻറ്റേഷൻ കൊടുക്കുന്നില്ല എങ്കിൽ അത്തരം ഡിറൈവ്ഡ് ക്ലാസ്സസിനെയും നമ്മൾ അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കണം. അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിൻ്റെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സസിൻ്റെ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഏത് ക്ലാസ്സാണോ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനെ ഡിറൈവ് ചെയ്യുന്നത് അത്തരം ഡിറൈവ്ഡ് ക്ലാസ്സസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഈ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിലെ മെത്തേഡ്സിനെ ആക്സസ് ചെയ്യുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനുള്ളിൽ കോൺക്രീറ്റ് മെത്തേഡ്സും നമുക്ക് എഴുതാവുന്നതാണ്. അബ്സ്ട്രാക്റ്റ് ക്ലാസ്സസ് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നില്ലെങ്കിലും ഒബ്ജക്റ്റ് റെഫറൻസസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അബ്സ്ട്രാക്റ്റ് ക്ലാസ്സസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്തരം ഒബ്ജക്റ്റ് റെഫറൻസസിലേക്ക് അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഡിറൈവ്ഡ് ക്ലാസ്സസിൻ്റെ ഒബ്ജക്ട്സ് അസൈൻ ചെയ്ത് മെത്തേഡ്സിനെ ആക്സസ് ചെയ്യാവുന്നതാണ്. ജാവയിൽ റൺ ടൈം പോളിമോർഫിസം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം ഒബ്ജക്റ്റ് റെഫറൻസസ് യൂസ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് പ്രോഗ്രാമിലേക്ക് വന്ന് പ്രോഗ്രാമിൽ എങ്ങനെയാണ് അബ്സ്ട്രാക്റ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും നോക്കാം. അബ്സ്ട്രാക്റ്റ് ക്ലാസ്സസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അവയൊരു പ്രോഗ്രാമിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നുവെന്നും നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഇവിടെ ഒരു ക്ലാസ് എഴുതിയിട്ടുണ്ട്, ക്ലാസ് എ. അതുപോലെ തന്നെ ഒരു മെയിൻ ക്ലാസ് ഉണ്ട്, അബ്സ്ട്രാക്റ്റ് ഡെമോ. ആ മെയിൻ ക്ലാസ്സിനുള്ളിൽ ഒരു മെയിൻ മെത്തേഡും എഴുതിയിട്ടുണ്ട്. ഇനി ക്ലാസ് എ എന്ന് പറയുന്നത് ഒരു നോർമൽ ക്ലാസ് ആണ്. ഒരു സാധാരണ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അതായത് മെയിൻ മെത്തേഡിനുള്ളിൽ ഈ എയുടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. എ ഒ ബി ഈക്വൽ ടു ന്യൂ എ ഓഫ്. അത് ഓക്കെയാണ്, വർക്കിംഗ് ആണ്. ഇനി ഈ ക്ലാസ് എയിനെ നമ്മൾ അബ്സ്ട്രാക്റ്റ് ക്ലാസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയാണ്. ഒരു ക്ലാസ്സിനെ അബ്സ്ട്രാക്റ്റ് ക്ലാസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ആ ക്ലാസ്സിൻ്റെ ഡിക്ലറേഷനോടൊപ്പം അബ്സ്ട്രാക്റ്റ് കീവേഡ് യൂസ് ചെയ്യണം. നമുക്ക് കാണാം, ക്ലാസ് എയുടെ ഡിക്ലറേഷനോടൊപ്പം അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്ന ഒരു കീവേഡ് കൂടി യൂസ് ചെയ്തു. അപ്പോൾ അത് അബ്സ്ട്രാക്റ്റ് ക്ലാസ് ആയിട്ട് മാറി. ഇനി നമ്മൾ എയുടെ ഒബ്ജക്റ്റ് മെയിൻ ക്ലാസ്സിൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് എറർ കാണിക്കുന്നതായിട്ട് കാണുന്നതാണ്. എ ഒ ബി ഈക്വൽ ടു ന്യൂ എ ഓഫ്. അതായത് ഇവിടെ എറർ കാണിച്ചിട്ടുണ്ട്. എറർ പറഞ്ഞിരിക്കുന്നത് കനോട്ട് ഇൻസ്റ്റാൻഷിയേറ്റ് ദി ടൈപ്പ് എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. അബ്സ്ട്രാക്റ്റ് ക്ലാസ് കനോട്ട് ബി ഇൻസ്റ്റാൻഷിയേറ്റഡ്. ഇനി ഒരു ക്ലാസ്സിനെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാസ് അബ്സ്ട്രാക്റ്റ് ക്ലാസ് ആയിട്ട് മാറും. പക്ഷെ എപ്പോഴാണ് ഒരു ക്ലാസ്സിനെ നമ്മൾ അബ്സ്ട്രാക്റ്റ് ക്ലാസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടത്? ഒരു ക്ലാസ്സിനുള്ളിൽ അറ്റ്ലീസ്റ്റ് വൺ അബ്സ്ട്രാക്റ്റ് മെത്തേഡെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ ക്ലാസ്സസിനെയാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടത്. അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ മെത്തേഡ്സിന് ബോഡി ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഡെഫിനീഷൻ ഇല്ലാത്ത മെത്തേഡ്സ്, അങ്ങനത്തെ മെത്തേഡ്സിനെയാണ് അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അത്തരം അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് ഉള്ള ക്ലാസ്സിനെ അബ്സ്ട്രാക്റ്റ് ക്ലാസ് എന്ന് പറയുന്നു. എങ്ങനെ ഒരു അബ്സ്ട്രാക്റ്റ് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അബ്സ്ട്രാക്റ്റ് കീവേഡ് യൂസ് ചെയ്തിട്ടാണ് അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. abstract
void show off. ഇവിടെ ക്ലാസ് എയിൽ ഒരു അബ്സ്ട്രാക്റ്റ് മെത്തേഡ് എഴുതിയിട്ടുണ്ട്. അതായത് ബോഡി ഇല്ലാത്ത അല്ലെങ്കിൽ ഡെഫിനീഷൻ ഇല്ലാത്ത ഒരു മെത്തേഡ്. ആ മെത്തേഡിന് അതിൻ്റെ ഡിക്ലറേഷന് മുമ്പ് അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്ന കീവേഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് ഡെഫിനീഷൻ ഇല്ല. അപ്പോൾ ഷോ മെത്തേഡ്, ക്ലാസ് എയിലുള്ള ഷോ മെത്തേഡ് ഒരു അബ്സ്ട്രാക്റ്റ് മെത്തേഡാണ്. ഇങ്ങനെ അബ്സ്ട്രാക്റ്റ് മെത്തേഡുള്ള ക്ലാസ്സസിനെ എല്ലാം നമ്മൾ അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കണം. നമുക്കറിയാം അബ്സ്ട്രാക്റ്റ് ക്ലാസ്സസിൻ്റെ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ഇവിടെ ഏത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് എറർ കാണിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അബ്സ്ട്രാക്റ്റ് ക്ലാസ്സസ് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ സാധിക്കുക? ഇൻഹെറിറ്റൻസ് വഴിയായിട്ടാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സസ് യൂസ് ചെയ്യുന്നത്. ഏത് ക്ലാസ് ആണോ ഈ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്യുന്നത്, ആ ക്ലാസ്സിനുള്ളിൽ ഈ അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സിനെല്ലാം ഇംപ്ലിമെൻറ്റേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇനി ഏതെങ്കിലും ഒരു അബ്സ്ട്രാക്റ്റ് മെത്തേഡിന് ഇംപ്ലിമെൻറ്റേഷൻ പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ ആ ക്ലാസ്സും ഓട്ടോമാറ്റിക്കലി അബ്സ്ട്രാക്റ്റ് ആയിട്ട് മാറും. നമുക്ക് കണ്ടു നോക്കാം, പ്രോഗ്രാമിലൂടെ കണ്ടു നോക്കാം. ഇവിടെ നമ്മൾ മറ്റൊരു ക്ലാസ് എഴുതിയിട്ടുണ്ട്, ക്ലാസ് ബി. ഇനി ഈ അബ്സ്ട്രാക്റ്റ് ക്ലാസ് എയിനെ യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ക്ലാസ് എയിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്യുന്നതായിട്ട് എഴുതുകയാണ്. ക്ലാസ് ബി എക്സ്റ്റെൻഡ്സ് എ. ക്ലാസ് ബി ഡിറൈവ്ഡ് ക്ലാസ് ആണ്. ഈ ഡിറൈവ്ഡ് ക്ലാസ് എയിനെ, അബ്സ്ട്രാക്റ്റ് ക്ലാസ് ആയ ക്ലാസ് എയിനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പം ഇവിടെ എറർ കാണിക്കുന്നുണ്ട്. അതായത് ബി മസ്റ്റ് ഇംപ്ലിമെൻറ്റ് ഓൾ ദി അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് ഇൻ ക്ലാസ് എ. അതായത് ക്ലാസ് ബി ഒരു അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലാസ് ബി ആ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിലെ എല്ലാ അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സിനും ഇംപ്ലിമെൻറ്റേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതായത് ക്ലാസ് എയിലുള്ള അബ്സ്ട്രാക്റ്റ് മെത്തേഡായ ഷോയിനെ ക്ലാസ് ബിക്കുള്ളിൽ ഒരു ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ അതിന് ഒരു ഡെഫിനീഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ക്ലാസ് ബിയും അബ്സ്ട്രാക്റ്റ് ആയിട്ട് മാറും. നമ്മൾ ഷോ മെത്തേഡിനെ ക്ലാസ് ബിക്കുള്ളിൽ ഓവർ റൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ആ എറർ മാറിയിരിക്കുന്നതായിട്ട് കാണാം. അതായത് ക്ലാസ് എയിലെ അബ്സ്ട്രാക്റ്റ് മെത്തേഡിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇനി ക്ലാസ് ബി ഒരു നോർമൽ ക്ലാസ് ആണ്, നോർമൽ ഡിറൈവ്ഡ് ക്ലാസ് ആണ്. ക്ലാസ് ബിക്കുള്ളിൽ മറ്റ് മെത്തേഡ്സ് ഉണ്ടാവാം, മറ്റ് കോൺക്രീറ്റ് മെത്തേഡ്സ് ഉണ്ടാവാം. ഇനി നമ്മൾ ചെയ്യുന്നത് ക്ലാസ് ബിയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഷോ മെത്തേഡിനെ ആക്സസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ob.showOff നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇംപ്ലിമെൻറ്റഡ് മെത്തേഡ് ഷോ ഓഫ് എ എന്ന മെസ്സേജ് വന്നിരിക്കുന്നു. ob.showനെ കോൾ ചെയ്യുമ്പം ഷോ മെത്തേഡ് എക്സിക്യൂട്ടായി അതിലെ മെസ്സേജ് പ്രിൻ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ക്ലാസ് എയുടെ ഉള്ളിൽ മറ്റൊരു അബ്സ്ട്രാക്റ്റ് മെത്തേഡ് കൂടി ഉണ്ടെന്നിരിക്കട്ടെ. അതായത് അബ്സ്ട്രാക്റ്റ് വോയിഡ് കോൾ മീ ഓഫ്. ഇവിടെ ഇപ്പോൾ രണ്ട് അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് ആണ് അബ്സ്ട്രാക്റ്റ് ക്ലാസ് ആയ എയിൽ ഉള്ളത്, ഷോ മെത്തേഡും കോൾ മീ മെത്തേഡും. പക്ഷേ ക്ലാസ് എയിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് അത് ഷോ മെത്തേഡിന് മാത്രമാണ് ഇംപ്ലിമെൻറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. കോൾ മീ ഇപ്പോഴും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. സോ ക്ലാസ് ബി അവിടെ എറർ കാണിക്കുന്നുണ്ട് റെഡ് ലൈനിൽ. അങ്ങനെയുള്ള കേസിൽ ക്ലാസ് ബി അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കണം. ഇനി ഏത് ക്ലാസ് ആണോ ക്ലാസ് ബിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നത് ആ ക്ലാസ്സിനുള്ളിൽ കോൾ മീ മെത്തേഡിന് ഇംപ്ലിമെൻറ്റേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഷോയിനെയും കോൾ മീനെയും ഇൻവോക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് മറ്റൊരു ക്ലാസ് എഴുതാം. ക്ലാസ് സി.
സി ക്ലാസ് ബീനെ എക്സ്റ്റെൻഡ് ചെയ്തതായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി സിക്കുള്ളിൽ നമ്മൾ കോൾമിക്ക് ഇംപ്ലിമെൻറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഇനി മെയിൻ മെത്തേഡിനകത്ത് സിയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഷോയിനെയും കോൾമീനെയും ഇൻവോക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനുള്ളിൽ ഇങ്ങനെ അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് മാത്രമല്ല, നമുക്ക് മറ്റ് കോൺക്രീറ്റ് മെത്തേഡ്സും എഴുതാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ വോയിഡ് con of. Concrete method of A. അതായത് ഇവിടെ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സായ എയുടെ ഉള്ളിൽ ഷോ മെത്തേഡ് ടു അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് ആൻഡ് 1 കോൺക്രീറ്റ് മെത്തേഡാണുള്ളത്. കോൺക്രീറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡെഫിനീഷനുള്ള ഫുൾ ഇംപ്ലിമെൻറ്റേഷൻ ഉള്ള മെത്തേഡിനെയാണ് കോൺക്രീറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എല്ലാ മെത്തേഡ്സും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നു. ഷോ മെത്തേഡ്, കോൾമി മെത്തേഡ് ആൻഡ് കോൺ മെത്തേഡ്. അറ്റ്ലീസ്റ്റ് 1 അബ്സ്ട്രാക്റ്റ് മെത്തേഡെങ്കിലും ഉള്ള ക്ലാസ്സിനെയാണ് അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടത്. അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെൻറ്റേഷൻ ഇല്ലാത്ത, ഡിക്ലറേഷൻ മാത്രമുള്ള, ബോഡി ഇല്ലാത്ത, മെത്തേഡ് ബോഡി ഇല്ലാത്ത മെത്തേഡ്സിനെയാണ് അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് ഉള്ള ക്ലാസ്സിനെ അബ്സ്ട്രാക്റ്റ് ക്ലാസ് എന്ന് പറയും. അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. ഏത് ക്ലാസ്സാണോ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നത് ആ ക്ലാസ്സസ് ഈ അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സിനെല്ലാം ഇംപ്ലിമെൻറ്റേഷൻ കൊടുക്കണം. ഏതെങ്കിലും ഒരു അബ്സ്ട്രാക്റ്റ് മെത്തേഡിന് ഇംപ്ലിമെൻറ്റേഷൻ പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ ആ ഡിറൈവ്ഡ് ക്ലാസ്സും അബ്സ്ട്രാക്റ്റ് ആയിട്ട് മാറുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, അബ്സ്ട്രാക്റ്റ് ക്ലാസ്സസിൻ്റെ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് നമുക്കറിയാം. എന്നാൽ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സസിൻ്റെ റെഫറൻസസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതായത് അബ്സ്ട്രാക്റ്റ് ക്ലാസ് യൂസ് ചെയ്ത് റെഫറൻസ് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന റെഫറൻസ് വേരിയബിൾസ് ഇത്തരം അബ്സ്ട്രാക്റ്റ് ക്ലാസ്സസിനെ ഡിറൈവ് ചെയ്യുന്ന ഡിറൈവ്ഡ് ക്ലാസ്സസിൻ്റെ ഒബ്ജക്ട്സ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്ന അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിൻ്റെ ഒരു റെഫറൻസ് വേരിയബിളാണ് OB. ഇവിടെ നമ്മൾ ന്യൂ യൂസ് ചെയ്ത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് റെഫറൻസ് വേരിയബിൾ മാത്രമാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എ എന്ന് പറയുന്ന അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിൻ്റെ റെഫറൻസ് വേരിയബിൾ OB. ഇനി ഈ OBയിലേക്ക് നമുക്ക് ഈ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനെ ഫുള്ളി ഡിറൈവ് ചെയ്യുന്ന ക്ലാസ്സായ സിയുടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ന്യൂ സി ഓഫ്. സിയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് എയുടെ റെഫറൻസ് വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിരിക്കുകയാണ്. ഇനി ഈ OB യൂസ് ചെയ്ത് നമുക്ക് മെത്തേഡ്സിനെ ആക്സസ് ചെയ്യാവുന്നതാണ്. OB ഡോട്ട് ഷോ ഓഫ്, OB ഡോട്ട് കോൾ മീ ഓഫ്, OB ഡോട്ട് കോൺ ഓഫ്. ഈ സെയിം വേയിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം അബ്സ്ട്രാക്റ്റ് ക്ലാസ്സസിൻ്റെ റെഫറൻസ് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഈ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഡിറൈവ്ഡ് ക്ലാസ്സസിൻ്റെ ഒബ്ജക്ട്സ് അസൈൻ ചെയ്ത് ഈ ഒബ്ജക്ട്സ് യൂസ് ചെയ്ത് നമുക്ക് മെത്തേഡ്സിനെ ആക്സസ് ചെയ്യാവുന്നതാണ്.